A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. Rockwell Mountain Retreat, Kakkadampoyil, Nayadampoyil. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏഡൻ ഗാർഡൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് CPI കൺവെൻഷൻ നടത്തി. ചന്തക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന മുനിസിപ്പൽ കൺവെൻഷൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. 2021 ഇടതുമുന്നണി പരാജയപ്പെടുമെന്ന് ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരണം നടത്തിയെങ്കിലും ജനങ്ങൾ LDF സർക്കാരിൽ വിശ്വാസമർപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് വൻ ഭൂരിപക്ഷത്തോടെ തുടർഭരണം ലഭിച്ചത്. 24,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച താൻ ഉൾപ്പെടെ തോൽക്കുമെന്നായിരുന്നു പ്രചരണം. പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ ആർജവത്തോടെ നടപ്പാക്കുന്ന സർക്കാരിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാത വികസനം നടപ്പാക്കിയത് LDF സർക്കാരാണ്. ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹിക മേഖലകളിൽ നേട്ടം കൈവരിക്കാനായി ആരും പട്ടിണി കിടക്കരുതെന്നും വീടില്ലാത്തവർ ഉണ്ടാവാൻ പാടില്ലെന്നതും ഇടത് സർക്കാരിന്റെ കാഴ്ചപ്പാടാണെന്നും മന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ മേഖലയിൽ, രാഷ്ട്രീയ രംഗത്ത് കുറച്ച് സത്യസന്ധതയും കുറച്ച് വിശ്വാസ്യതയും കുറച്ചൊക്കെ മര്യാദയും ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ UDF-നെ വെറുത്ത് അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി അകലങ്ങളിൽ നിർത്തുന്ന തരത്തിലേക്കുള്ള ചെറിയ നമ്പർ മാത്രം MLA-മാര് നൽകുന്ന ഒരു നിലപാട് സ്വീകരിച്ചത്? 9 വർഷമായതുകൊണ്ട് കുറച്ച് ആളുകൾക്കെല്ലാം അത് മറവി സംഭവിച്ചിരിക്കും. 9 വർഷത്തിന് മുമ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് അവർ നൽകിയ സംഭാവന എന്താ? പ്രയാസകരമായ, ദുരിതപൂർണമായ സാഹചര്യങ്ങളാണ് അവർ നൽകിയത്. അതിൽ സഹികെട്ടാണ് ജനങ്ങൾ അവരെ ഭരണത്തിൽ നിന്ന് മാറ്റിയത്. അതിൻ്റെ പഴയ കഥകളൊന്നും ഞാൻ പറഞ്ഞു പോകുന്നു. അടുത്ത തെരഞ്ഞെടുപ്പെത്തിയപ്പോൾ അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞ അധികാരത്തിലെത്തുമെന്നാണ്. അധികാരത്തിലെത്തുമെന്ന് മാത്രമല്ല, മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരുമെന്ന് അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും പ്രചരിപ്പിച്ചു. ഞാൻ മത്സരിച്ച മണ്ഡലത്തിൽ ഞാൻ ജയിക്കുമെന്ന് കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് പോലും മാധ്യമങ്ങൾ എഴുതി കാണിച്ചില്ല. പരാജയപ്പെടുന്ന LDF-ന്റെ MLA-മാരുടെ പട്ടികയിൽ ആണ് ആ മണ്ഡലത്തെ പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം പരാജയപ്പെടും, UDF മൃഗീയ ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വരുമെന്ന് പ്രചരിപ്പിച്ച ആളുകളുടെ മുന്നിൽ 100ഓളം സീറ്റോടുകൂടി LDF അധികാരത്തിൽ വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ 9 വർഷത്തെ ഭരണനേട്ടം മുൻനിർത്തിയായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുക. LDF ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും പാർട്ടി സ്ഥാനാർത്ഥിയായി കണക്കാക്കി പ്രചരണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. CPI ജില്ലാ കമ്മിറ്റി അംഗം PM ബഷീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഇരുമ്പൻ സൈദലവി, നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി M മുജീബ് റഹ്മാൻ, ലോക്കൽ സെക്രട്ടറി EK ഷൗക്കത്ത് അലി, C ഫൈസൽ, ഇർഷാദ് കാഞ്ഞിരാല തുടങ്ങിയവർ സംസാരിച്ചു. കൺവെൻഷനിൽ പാർട്ടി പ്രവർത്തകരുടെ പങ്കാളിത്തം നിലമ്പൂർ മേഖലയിലെ പാർട്ടിയുടെ ശക്തി തെളിയിക്കുന്നത് കൂടിയായി മാറി. A+ വിഷൻ, നിലമ്പൂർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്. ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ്. ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.